ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഹെയർ ബാൻഡ് ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ള ഹെയർ ബാൻഡ് മേടിക്കുകയാണെങ്കിൽ 10 റുപ്പീസൊക്കെ ആവത്തുള്ളൂ. എന്നിട്ട് നമുക്ക് ഇതിൽ ഡിസൈൻ ചെയ്തെടുക്കാം. ഞാനതിനായിട്ട് ഗ്രീൻ കളറ് സാറ്റിൻ റിബണാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്യാം. ഞാൻ ഗ്രീൻ കളറാണ്. പിന്നെ ഫെവി ബോണ്ട്, സിസറ്, പിന്നെ ഫ്ലവേഴ്സ് എടുക്കുന്നുണ്ട്. ഫോം ഫ്ലവേഴ്സാണ് എടുക്കുന്നത്. അത് ഞാൻ പല കളർ എടുക്കുന്നുണ്ട്. ആദ്യം ഇതിൽ ചുറ്റിയെടുക്കാം. ഇതിങ്ങനെ ഫുള്ള് കവർ ചെയ്തെടുക്കാം. കവർ ചെയ്യുമ്പം ലൂസായി പോകാതെ നല്ല ടൈറ്റായിട്ട് തന്നെ കവർ ചെയ്യണം. നമ്മളിങ്ങനെ ഫുള്ള് കവർ ചെയ്ത് വന്നു. ഇനി ഈ എൻഡി വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് കട്ട് ചെയ്തിട്ട് ആദ്യം ചെയ്ത പോലെ തന്നെ ഗം വെച്ച് നമുക്കിത് ഒട്ടിച്ചു കൊടുക്കാം. നമ്മളിങ്ങനെ കവർ ചെയ്യുമ്പോഴത്തേക്കും ഇടയ്ക്കൊന്നും കാണത്തില്ലാത്ത പോലെ ഫുള്ള് കവർ ചെയ്ത് വേണം ഇത് കൊടുക്കാൻ. ഇനി ഇത് കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ ഫുള്ള് കവർ ചെയ്തു. ഇനി നമുക്ക് ഫ്ലവർ ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ പല കളറിലുള്ള ഫ്ലവേഴ്സ് എടുത്തിട്ടുണ്ട്. അതിൽ ഈ ബ്ലൂ ഒരെണ്ണമേ ഉള്ളൂ. അന്നേരം അത് ഞാൻ കറക്റ്റ് മിഡിലായിട്ടാണ് കൊടുക്കുന്നത്. ഓപ്പോസിറ്റ് സൈഡിലും അതേ കളർ തന്നെ കൊടുക്കാം.
അന്നേരം ഇങ്ങനെ ഒട്ടാൻ പാടാണെങ്കിലും കുറച്ച് സമയം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അനക്കാതെ ഒരിടത്ത് വെച്ചാൽ മതി. അപ്പോൾ നന്നായിട്ടിത് ഡ്രൈ ആയി കിട്ടും. ഏറ്റവും അറ്റത്തായിട്ട് ഒരു പിങ്ക് കളർ കൂടെ കൊടുക്കും. ഇനി നമ്മളിങ്ങനെ മൾട്ടി കളർ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പല കളറിലുള്ള ഫ്രോക്കിൻ്റെ കൂടെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മുടെ ഹെയർ ബാൻഡ് റെഡിയായി. ഇങ്ങനെ നമുക്ക് വളരെ പെട്ടെന്ന് മൾട്ടി കളർ ഫ്ലവർ വെച്ച് ഹെയർ ബാൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.